നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ചയാണ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. യുഎസിലെ 3 മാർക്കറ്റുകളും ഇന്നലെ ശക്തമായ നിലയിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ നാസ്ഡാക്കും S&P 500ഉം തുടർച്ചയായ 8ാമത്തെ ദിവസമാണ് പോസിറ്റീവ് ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് ഇന്നലെ 245 പോയിന്റ്സ് ആണ് ഉയർന്നത്. അതായത് ടെക് സ്റ്റോക്കുകളാണ് മേജറായി അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തത്. യുഎസിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിൽ ഇന്നലെ ടെക് സ്റ്റോക്കുകളിൽ നല്ല നേട്ടം തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇന്ന് ടെക് സ്റ്റോക്കുകൾ ഫോക്കസിൽ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ബാങ്കിംഗ് സെക്ടറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യമായി, ഇന്ന് ബാങ്കിംഗ് സെക്ടർ ആയിരിക്കും ഫോക്കസിൽ ഉണ്ടായിരിക്കുക. കാരണം ഇന്നലെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഒരു യോഗം പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, അതായത് RRBകളുടെ മേധാവികളുമായി നടത്തിയിരുന്നു. ബാങ്കിംഗ് സെക്ടറിന് വളരെ ഗുണകരമാവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണിത്. അതിലെ പ്രസക്തമായ കാര്യങ്ങൾ ഇത്തരത്തിലാണ്. ഡെപ്പോസിറ്റ് മൊബിലൈസേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ബാങ്കുകളോട് ധനമന്ത്രി പറഞ്ഞു. ക്രെഡിറ്റിനേക്കാൾ സാവധാനത്തിൽ വളരുന്ന നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം പ്രത്യേക ഡ്രൈവുകളിലൂടെ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ PSEBകളോട് അഭ്യർത്ഥിച്ചു. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റി മെച്ചപ്പെട്ടിട്ടുണ്ട്. PSEBകളുടെ അറ്റ നിഷ്ക്രിയ ആസ്തികൾ, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് 0.76% കുറഞ്ഞു. അത് ബാങ്കുകളെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം അവർ പറഞ്ഞത്, സൈബർ സുരക്ഷാ ലംഘനങ്ങൾ തടയുന്നതിന് IT സംവിധാനങ്ങൾ ശക്തിപ്പെടുന്നതിന് ഊന്നൽ നൽകണം. പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഫിനാൻഷ്യൽ ഇയർ 2024 ശക്തമായ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. റീജിയണൽ റൂറൽ ബാങ്കിന്റെ കാര്യമെടുത്താൽ MSMEകൾക്കുള്ള പിന്തുണയാണ് അവരോട് ആവശ്യപ്പെടുന്നത്. ക്രെഡിറ്റ് ആക്സസ് ഉറപ്പാക്കാൻ MSME ക്ലസ്റ്ററുകളിലേക്ക് സജീവമായി എത്തിച്ചേരാൻ RRBകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ഒരു വാർത്ത ബാങ്കിംഗ് സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ കാര്യം തന്നെയാണ്. കാരണം ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ വർദ്ധിക്കുന്നത്, കൂടുതൽ കസ്റ്റമേഴ്സ് ബാങ്കിലേക്ക് വരുന്നു. മാത്രമല്ല, അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത്, NPAകൾ കുറയുന്നത് ബാങ്കിനെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല, സൈബർ സെക്യൂരിറ്റി വർദ്ധിക്കുന്നത് ബാങ്കിൽ ആളുകൾക്കുള്ള വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഏതായാലും ബാങ്കിംഗ് സെക്ടറിന് ഇത് വളരെ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരിക്കും. മറ്റൊരു വാർത്തയുള്ളത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബുള്ളറ്റിൻ ഇന്നലെ പുറത്തു വന്നിരുന്നു. RBI ബുള്ളറ്റിനിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സ്വകാര്യ മേഖലയുടെ മൂലധന ചെലവ് 2023-24 1.59 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2024-25 54% വർദ്ധിച്ച് 2.45 ലക്ഷം കോടി രൂപയിലെത്തി. ശക്തമായ നിക്ഷേപ ലക്ഷ്യങ്ങളാണ് ഈ വളർച്ചയെ നയിക്കുന്നത്. പ്രത്യേകിച്ച് ശക്തമായ വളർച്ച രേഖപ്പെടുത്തുന്നത് റോഡുകൾ, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ തന്നെയാണ്. ഏതായാലും ഗ്രാമീണ ഉപഭോഗം വർദ്ധിക്കുന്നത് സ്വകാര്യ മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും RBI ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും ഈ ഒരു വാർത്ത ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. കാരണം റോഡുകൾ, ബ്രിഡ്ജുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, പ്രത്യേകിച്ച് പവർ സെഗ്മെന്റിലുള്ള കമ്പനികൾ, ഇവർക്കൊക്കെ വളരെ ഗുണകരമാവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇവിടെ നമ്മൾ പറയുന്ന സെക്ടറുകളുടെയോ കമ്പനികളുടെയോ പേര് ഒന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം സൊമാറ്റോ. അലിബാബ ഗ്രൂപ്പിന്റെ ഒരു വിഭാഗമായ ആൻഫിൻ സിംഗപ്പൂർ ഹോൾഡിംഗ്സ് സൊമാറ്റോയിലെ 1.54% ഓഹരികൾ $408 മില്യൺ വിൽക്കുന്നു എന്നൊരു വാർത്ത പുറത്തുവരുന്നു. CNBC TV 80 നിന്ന് പുറത്തുവന്ന വാർത്തയാണിത്. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 251.68 രൂപയാണ്. മറ്റൊരു കമ്പനി പോളി മെഡിക്യൂർ ആണ്. ഓഗസ്റ്റ് 19 കമ്പനി അതിന്റെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ഇഷ്യൂ ആരംഭിച്ചു. ഷെയർ ഒന്നിന് 1880.69 രൂപയാണ് ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത്. CNBC TV 18 റിപ്പോർട്ട് അനുസരിച്ച് 1000 കോടി രൂപയായിരിക്കും ഇഷ്യൂ സൈസ്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം HCL ടെക്നോളജീസ് ആണ്. സെപ്റ്റംബർ 6 മുതൽ IT കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ശിവവാലിയെ ബോർഡ് നിയമിച്ചു. അടുത്തത് വേദാന്തയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് അതിൻ്റെ 6,36,5891 ഇക്വിറ്റി ഷെയറുകളുടെ വിൽപ്പനയ്ക്ക് ശേഷം അതിന്റെ അനുബന്ധ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ സിങ്കിലെ ഓഹരി പങ്കാളിത്തം 63.42% കുറച്ചതായി വേദാന്ത വ്യക്തമാക്കി. അടുത്തത് ഇൻഡസ്ഇൻഡ് ബാങ്കുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പ്രസ്തുത അസറ്റ് മാനേജ്മെന്റ് സബ്സിഡറിയിലേക്ക് ഇക്വിറ്റി മൂലധനം നിക്ഷേപിക്കുന്നതിനൊപ്പം മ്യൂച്വൽ ഫണ്ടുകളുടെ അസറ്റ് മാനേജ്മെന്റ് ബിസിനസ് ഏറ്റെടുക്കുന്നതിന് ഒരു പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സബ്സിഡറി സ്ഥാപനത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഡസ്ഇൻഡ് ബാങ്കിന് അനുമതി നൽകി. മറ്റൊരു കമ്പനി ഹൈടെക് പൈപ്സ് ആണ്. കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 600 കോടി രൂപ വരെ ഫണ്ട് സ്വരൂപിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി എന്നൊരു വാർത്ത.
അടുത്തതായി ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന IPO സരസ്വതി സാരി ഡിപ്പോട്ടാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാം പോർച്ചിനി മിൽസ്, ബിർള സോഫ്റ്റ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ആർത്തി ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബന്ധൽ ബാങ്ക്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GNFC, ഗ്രാനുൾസ് ഇന്ത്യ, ഇന്ത്യ സിമൻസ്, ഇന്ത്യ മാർട്ട്, ഇന്റർമെഷ്, LIC ഹൗസിംഗ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, NMDC, പിരാമൽ എന്റർപ്രൈസസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, RBL ബാങ്ക്, സെയിൽ, സൺ TV എന്നിവയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ പതിവ് പോലെ നമ്മുടെ ലൈവ് സെഷൻ രാവിലെ 11 മണിക്കാണ് ആരംഭിക്കുക. 3:30 വരെയാണ് ലൈവ് ഉണ്ടാവുക. നമ്മുടെ സ്റ്റുഡൻസിന് ഒത്തിരിയേറെ ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള ഒരു സെഷൻ തന്നെയാണ്. അതുകൊണ്ട് ആരും മിസ്സാക്കാതിരിക്കുക. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ലൈവ് സെഷൻ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഇനി നിങ്ങൾക്ക് കൂടുതലായി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം കൂടിയുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചതിന് ശേഷം ആ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. ഒരു റേഞ്ച് ബൗണ്ട് സെഷനൊടുവിൽ മാർക്കറ്റുകൾ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഫിനാൻഷ്യൽസ് ആണ് ബാങ്ക് നിഫ്റ്റിയെ ഇന്നലെ ഡ്രാഗ് ചെയ്തത്. മിഡ് ക്യാപ് ഇൻഡെക്സ് ചെറിയ നേട്ടത്തിലും സ്മോൾ ക്യാപ് ഇൻഡെക്സ് 2% അടുത്ത നേട്ടത്തിലും ഇന്നലെ ക്ലോസ് ചെയ്തു. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ മെറ്റൽ സ്റ്റോക്കുകൾ 2 മുതൽ 4% വരെ ഉയർന്നു. ശ്രീരാം ഫിനാൻസ് 3% ഉയർന്നത്. ഇന്നലെ രാവിലെ നമ്മൾ പറഞ്ഞ വിൻഫോൾ ടാക്സ് കട്ടുമായി ബന്ധപ്പെട്ട് ONGC, ഓയിൽ ഇന്ത്യ എന്നിവ 2% ഉയർന്നു. സൊമാറ്റോയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ഡേ ഹൈയിൽ നിന്ന് ഏകദേശം 7% ഇടിവാണ് സ്റ്റോക്ക് നേരിട്ടത്. ഗ്ലെൻമാർക്ക് ഫാർമ 4% ഉയർന്നു. ജീനസ് പവർ 5% ഉയർന്നു. ഓല വീണ്ടും 10% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഓല ലിസ്റ്റ് ചെയ്ത പ്രൈസിൽ നിന്നും ഇരട്ടിയായിരിക്കുന്നു. നിഫ്റ്റിയിലേക്ക് 24,572 31 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ 24,638 എന്ന ഹൈ ടച്ച് ചെയ്തെങ്കിലും സെല്ലിംഗ് പ്രഷർ കാരണം നിഫ്റ്റി ഡൗൺ ആവുകയായിരുന്നു. ഇന്നലെ പ്രധാനമായും നിഫ്റ്റിയെ ബാധിച്ചത് ബാങ്ക് നിഫ്റ്റിയുടെ അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ ട്രെൻഡ് ബുൾസിന് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതായത് ഡൗൺ സൈഡിൽ 20-ഡേ EMA ഉള്ളത് 24,410 ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് 20-ഡേ EMA തന്നെയാണ്. അതുകൊണ്ട് തന്നെ 24,400 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനാണ് സാധ്യതയുള്ളത്. അപ്സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 24,700 മുതൽ 24,800 വരെയുള്ളത് അപ്സൈഡിലെ പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയാണ്. നിഫ്റ്റി ഇപ്പോഴും ഉള്ളത് ആ ഒരു ബിയറിഷ് ഗ്യാപ്പ് ഏരിയയിൽ തന്നെയാണ്. അതായത് ഓഗസ്റ്റ് 5 ക്രിയേറ്റ് ചെയ്ത് ബിയറിഷ് ഗ്യാപ്പ് സോണാണത്. 24,690 മുകളിലായി ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വരും ദിവസങ്ങളിൽ ആ ഒരു ഗ്യാപ്പ് ഏരിയ ഫില്ല് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഡൗൺ സൈഡിൽ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500 അടുത്തത് ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു റെഡ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളും അതുവഴി ഇപ്പോഴത്തെ സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം കോൾ സൈഡിൽ 25,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,600 സ്ട്രൈക്കിലും അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 23,900 സ്ട്രൈക്കും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,600 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായ 24,550 54% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 15% മാത്രം വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണ്. അടുത്തത് 24,500 സ്ട്രൈക്കിൽ 17% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 7% ഇടിവാണ് കോൾ സൈഡിലുള്ളത്. അതായത് അവിടെ ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. അടുത്തത് 24,600 സ്ട്രൈക്കിൽ 198% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. എന്നാൽ 120% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സാണ് കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്നതെന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 50,368 148 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിഫ്റ്റിയെ ഇന്നലെ ഡ്രാഗ് ചെയ്ത് ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. അപ്സൈഡിലെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 50-ഡേ അതുപോലെ 20-ഡേ EMA ആണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 2 ലെവലുകൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. 50,740 20-ഡേ EMA ഉള്ളത്. 50-ഡേ EMA ഉള്ളത് 50,760 റേഞ്ചിലാണ്. ഈ ലെവലുകൾക്ക് മുകളിൽ
ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുകയുള്ളൂ. ഇന്നലെയും ഈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായും വാച്ച് ചെയ്യേണ്ടത് ഈ ലെവലുകൾക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000 ലെവലാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം 50,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 52,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000 ആണ്. അതിനുശേഷം 49,000 സ്ട്രൈക്കും അതിനുശേഷം 49,500 സ്ട്രൈക്കിലുമാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000 തന്നെയാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.32 0.61% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIs 2,667 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIs ആവട്ടെ 1,802 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. വീണ്ടും FIs സെല്ലിങ്ങിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്നാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്. US മാർക്കറ്റിലേക്ക് വീണ്ടും മാർക്കറ്റ് നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. വരാനിരിക്കുന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനും ജാക്സൺ ഹോൾ എക്കണോമിക് സിംപോസിയവും ഇതിനോടനുബന്ധിച്ചാണ് ഇന്നലെ US മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് ഇന്നലെ 0.58% ഉയർന്നത്. S&P 500 0.97% ഉയർന്നു. നാസ്ഡാക്ക് ആണ് ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയത്, 1.39%. ടെക് ഹെവി സ്റ്റോക്കുകളായ എൻവിദിയ, മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ് എന്നിവയുടെ റാലിയാണ് നാസ്ഡാക്കിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയത്. ഇതോടെ നാസ്ഡാക്കും S&P 500 തുടർച്ചയായ 8ാമത്തെ ദിവസമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. 2024 ഏറ്റവും ദൈർഘ്യമേറിയ റാലി കൂടിയാണിത്. ഏതായാലും ഇപ്പോൾ US മാർക്കറ്റിൽ നിന്നും ആ ഒരു മാന്ദ്യത്തിന്റെ ഭയമൊക്കെ ഇല്ലാതെയായി കഴിഞ്ഞു. എക്കണോമിക് സോഫ്റ്റനിങ് ഡാറ്റയും ഉപഭോക്തൃ പ്രതിരോധവും കാണിക്കുന്ന സമീപകാല ഡാറ്റകൾ ഫെഡറൽ റിസർവ് അതിന്റെ സെപ്റ്റംബർ പോളിസി മീറ്റിംഗിൽ 25 ബേസിസ് പോയിന്റ്സ് കുറയ്ക്കും എന്ന സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ചില എക്കണോമിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം തന്നെ 25 ബേസിസ് പോയിന്റ്സിന്റെ 3 റേറ്റ് കട്ടുകൾ ഉണ്ടായിരിക്കും എന്നാണ്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് ജാക്സൺ ഹോൾ എക്കണോമിക് സിംപോസിയം തന്നെയാണ്. വ്യാഴാഴ്ചയാണ് അത് ആരംഭിക്കുന്നത്. മാത്രമല്ല വെള്ളിയാഴ്ച US ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴം വെള്ളി ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഗോൾഡ്മാൻ സാച്ചസിന്റെ അഭിപ്രായത്തിൽ US-ൽ ഒരു റിസഷനുള്ള സാധ്യത 25% നിന്ന് 20% കുറച്ചിരിക്കുന്നു. ഇന്നലെ S&P 500 മികച്ച പ്രകടനം നടത്തിയ സെക്ടർ കമ്മ്യൂണിക്കേഷൻ സർവീസസ് സെക്ടർ ആയിരുന്നു. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 1.14% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1.49% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.60% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.27% നേട്ടമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 1.35% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.5% മുകളിലും നേട്ടമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസും S&P 500 ഏറെക്കുറെ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ US മാർക്കറ്റിനൊപ്പം യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 0.55% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് DAX 0.54% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.70% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.64% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾക്കും ഇന്നലെ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ് ഈ വീക്കിൽ ലഭിച്ചത്. മൈനിങ് സ്റ്റോക്കുകൾ 1.98%, റീറ്റെയിൽ സ്റ്റോക്കുകൾ 1.57% ഇന്നലെ അവിടെ ഉയരുകയുണ്ടായി. ടാക്സ് ഇപ്പോൾ 0.02% ഇടിവിൽ, CAC 0.05% നേട്ടത്തിൽ, FTSE 0.02% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,651 എന്ന നിലയിലാണ്. 42 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 50 മുതൽ 60 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് നിഫ്റ്റിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ജപ്പാൻ മാർക്കറ്റ് തന്നെയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 1.70% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.84% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.34% നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 0.52% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക് US ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് തിങ്കളാഴ്ച ഏകദേശം 3% ഇടിഞ്ഞത്. $75 താഴെ എത്തുകയും ചെയ്തു. ഫ്യൂച്ചേഴ്സ് ഉള്ളത് $77.62 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.22% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $73.61 പെർ ബാരൽ എന്ന നിലയിൽ 0.07% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.